ഇതാണ് ചേലം മാങ്ങ. അപ്പം ഈ മാവിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് മാങ്ങണ്ടി കുഴിച്ചിട്ട് ഉണ്ടായ മാവാണ്. നമ്മൾ ലെയർ ചെയ്ത മാവൊന്നുമല്ല. 3 വർഷം ആവണുള്ളോട്ട് നട്ടിട്ട് 3 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ച്ച്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ മാവ് നട്ടാൽ 3-ാം വർഷം കായ്ച്ചിരിക്കും. കണ്ട മാങ്ങ എടുക്കാൻ ഉണ്ടില്ലേ, ഇതേപോലെയാണ് ഇതിൻ്റെ മാങ്ങ ഇരിക്കുന്നത്. നല്ല വലിപ്പമുള്ള മാങ്ങകളാണ് കേട്ടോ. 1 കിലോത്തോളം തന്നെ മാങ്ങക്ക് വെയിറ്റ് വരും. പിന്നെ മാങ്ങക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ എന്താണ് ഫുള്ളായിട്ട് മാങ്ങണ്ടി വളരെ കുറവുള്ളൊരു മാങ്ങയാണ് കേട്ടോ. ഫുള്ള് നമുക്കിതിൽ കഴമ്പാണ്. ഫുള്ള് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ തോലൊക്കെ ഭയങ്കര കുറവായിരിക്കുള്ളൂ. നമുക്കൊരു മാങ്ങ തന്നെ പൂളിയിട്ട് ആ പ്ലേറ്റ് നിറച്ച് മാങ്ങ ഉണ്ടാവും. പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പുഴുവൊന്നും വരയില്ല. അപ്പം ഞാനിത് മാങ്ങണ്ടി ഞങ്ങളുടെ തറവാട്ടിലുണ്ടായൊരു മാവായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാങ്ങണ്ടി കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ്. അപ്പോൾ ഈ മാവിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ട, ഈ മാവ് ഇപ്പോൾ ഒരു മാങ്ങണ്ടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് 2ആയിട്ടാണ് വന്നേക്കണം. കണ്ട 2 തടിയായിട്ടാണ് ഈ മാവ് വളരുന്നത്. അതേപോലെ തന്നെ ഞാൻ അവിടെയും 2 മാവാണ് ഞാൻ വച്ചിരുന്നത്. 2 മാവും അതേപോലെ തന്നെ വന്നേക്കണം. അപ്പോൾ 2 മാവായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഒരു മാങ്ങണ്ടിയിൽ നിന്ന് തന്നെയാണ് ഈ 2 മാവ് ഉണ്ടായിരിക്കണത്. ഇതിപ്പോഴും കണ്ട ഇത് പൂത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ട പൂത്തോണ്ടിരിക്കുന്നുണ്ട്, മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 3-ാം വർഷം തന്നെ മാങ്ങ കിട്ടിയതാണ്. നല്ല ഒരു മാങ്ങയാണ്. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു മാവിൻ്റെ ഇനമാണ്. വലിയതായിട്ട് കീടങ്ങളും രോഗങ്ങളും നമ്മളിപ്പോൾ മാങ്ങണ്ടിയൊക്കെ കുഴിച്ചിട്ട് മാവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളൊന്നും കുറവായിരിക്കുള്ളൂ. നമ്മൾ ലെയർ ചെയ്ത മാവുകളൊക്കെ ആണെങ്കിലാണ് അസുഖങ്ങളൊക്കെ കൂടുതൽ. കണ്ട കൊലയിട്ടാണ് മാങ്ങ കാഴ്ചയെടുക്കണത്. അപ്പം കണ്ട ഇപ്പം ഇത് ഫ്ലവർ ചെയ്തിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പത്തിനും ആണ് ഇത്രയും വലിയ മാങ്ങ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഇത് പഴുക്കുമ്പോൾ എന്തോരം ഉണ്ടാവുമെന്ന്. ഇത് പഴുക്കണ ടൈം നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടാ. അപ്പോൾ ഞാനിത് ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വർഷത്തിൽ നമ്മൾ 3 പ്രാവശ്യം വളങ്ങൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ചാരവും കൂടി ഇട്ട് കൊടുക്കും. വേനൽക്കാലത്ത് നനച്ചും കൊടുക്കും. ഈ പ്രാവശ്യം ഒരുപാട് ഇങ്ങനെ പൂത്തട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നില്ല. അപ്പോൾ കുറേ പൂവൊക്കെ കരിഞ്ഞു പോയി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പൂവിട്ടതാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് പൂവിട്ടപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും മാങ്ങ കിട്ടിയല്ലോ. അപ്പോൾ അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് മാങ്ങ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം കണ്ട ഇതേപോലെ പടർന്ന് പന്തലിച്ചാണ് ഈ മാവ് വന്നേക്കണത്. നമുക്ക് ഇതിന് ഇനിയിപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകാണ്ടൊക്കെ നമുക്ക് മാങ്ങ കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് വെട്ടിയൊക്കെ നിർത്താം. അപ്പോൾ നമ്മൾ നാടൻ മാവിനങ്ങൾ നമ്മൾ എല്ലാവരും സംരക്ഷിക്കണം. കാരണം നാടൻ മാവിനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇന്നെല്ലാവരും നമുക്കറിയാലോ, നഴ്സറിയിൽ നിന്ന് പല മാവിൻ്റെ തൈകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ മാങ്ങകൾ മിക്കതും ഒക്കെ കൊള്ളൂലായിരിക്കും. പിന്നെ നമുക്ക് അവർ പറഞ്ഞ് തന്നെ മാവൊന്നും അല്ലായിരിക്കും നമ്മൾ വെച്ച് കഴിയുമ്പോൾ. അവർ പല മാവിൻ്റെ പേരൊക്കെ പറഞ്ഞ് അതിൽ സ്റ്റിക്കർ കൊട്ടിച്ച് വെച്ചിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് മാങ്ങ ഉണ്ടായി കഴിയുമ്പോൾ വേറെ മാങ്ങയൊക്കെയാണ് ഉണ്ടാകണത്. അത് മാത്രമല്ല നമ്മുടെ നാടൻ മാവിൻ്റെ രുചിയൊന്നും ഈ വരവ് മാങ്ങകൾക്കില്ല. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും നല്ല ഇനം മാവുകൾ വേണം നമ്മൾ വീട്ടിൽ വെക്കാനായിട്ട്. ഇപ്പോൾ സ്ഥലമുള്ളവർക്കൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ മാവൊക്കെ കിട്ടുകയാണെങ്കിൽ വെച്ച് പിടിപ്പിക്കാം. ഈ സ്ഥലം കുറഞ്ഞവർക്ക് പിന്നെ ലെയർ ചെയ്ത തൈകൾ നമുക്ക് വലിയ ബാഗുകളിലോ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയത് തന്നെയാണ് മാവ്. നമുക്കറിയാലോ മാങ്ങയ്ക്ക് ഇന്ന് മൊത്തം മരുന്ന് അടിച്ചു വന്നതാണ്. മരുന്നടിച്ചും ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മ ഒരു മാവ് വെച്ചാൽ എന്തെല്ലാം രോഗങ്ങളാണ് മാവിനുള്ളതെന്ന്. നമ്മൾ മാവ് നടുമ്പോൾ തുടങ്ങി അതിൻ്റെ ഇല കരിച്ചിൽ, കൂമ്പ് വെട്ടിയിടൽ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് മാവ് വെച്ചവർക്കറിയാം. മാവിൻ്റെ വന്ന അസുഖങ്ങളും കീടങ്ങളൊക്കെ. അപ്പോൾ നമുക്കറിയാലോ മാവിൻ്റെ തോട്ടത്തിലൊക്കെ അവരെന്തെല്ലാം മരുന്നുകൾ അടിച്ചിട്ടാണ് നമുക്ക് മാങ്ങയിട്ട് വന്നതെന്ന്. മാങ്ങ പറിച്ച് വെച്ചാൽ തന്നെ അവർ പഴുപ്പിക്കാനും മരുന്നിട്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് നല്ല മാങ്ങയൊക്കെ കഴിക്കാം. നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും മാവ് ഒക്കെ നഴ്സറിയിൽ നിന്ന് പല നല്ല ടൈപ്പ് മാവൊക്കെ കിട്ടുമെങ്കിൽ എല്ലാവരും വീടുകളിൽ വാങ്ങിച്ച് വെക്കാം. സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലോ ഡ്രമ്മിലോ ഒക്കെ വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാം.
ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.